ആർത്തവ അവധി. ഇതിന്റെ ഇടയിൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു സംഭവമാണ് സ്കൂൾ കുട്ടികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകും എന്നുള്ളത്. അത് നിർബന്ധമായിട്ട് 3 ദിവസത്തെ ലീവ് എടുക്കണം എന്ന് പറയുന്നില്ല. ആവശ്യമുള്ള കുട്ടികൾ ആവശ്യമുള്ള സമയത്ത് ലീവ് എടുക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇതിനെ എതിർത്തുകൊണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതില് ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനം. ക്ലാസ്സിൽ പോകാതിരുന്നാൽ നാട്ടുകാരറിയില്ലേ, നാണക്കേടല്ലേ? ആർ ശ്രീലേഖ. നിങ്ങൾ പറയുന്നു ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണെന്ന്. അതേ നിങ്ങൾ പറയുന്നു 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണെന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞതിലെ നിലപാട് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആർത്തവം എന്നുള്ളത് സ്വകാര്യ അഭിമാനമാണെങ്കിൽ അത് 4 ആൾ അറിയുന്നതിൽ എന്താണ് ഇത്ര നാണക്കേട് വരാനിരിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരണം. അവധി നൽകുന്നതിന് പകരം വൃത്തിയുള്ള ബാത്റൂമുകളും വേണമെങ്കിൽ സ്കൂളിൽ വേതന സംഹാരികളും ലഭ്യമാക്കട്ടെ എന്നും കൂടെ ഇവര് പറഞ്ഞിട്ടുണ്ട്. ഈ അവധി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ ബാത്റൂം എന്ന് പറയുന്നതേ എല്ലായിടത്തും വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു സാധനമാണ്. അല്ലാണ്ട് പീരീഡ്സിന്റെ നിങ്ങൾ ലീവ് കൊടുക്കണ്ട, പകരം ബാത്റൂം കെട്ടിക്കൊടുത്താൽ മതി എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സ്ത്രീയെ? ഇത് പറഞ്ഞേക്കുന്നതും ചോദ്യം ചോദിച്ചേക്കുന്നതും ഒരു DGP ആണ്, അത് മുൻ DGP. ഈ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. നിങ്ങളും ഈ ആർത്തവം എന്ന് പറയുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെയിൻ, അസ്വസ്ഥതകൾ അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇത് വേണ്ട എന്ന മൈൻഡ് സെറ്റ് ആണോ നിങ്ങൾക്ക്? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പീരീഡ്സ് എന്ന് പറയുന്നത് അത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാവരും അനുഭവിക്കുന്ന പെയിൻ ഒരുപോലെ ആയിരിക്കത്തില്ല, സിറ്റുവേഷൻസ് ഒരുപോലെ ആയിരിക്കത്തില്ല. അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഒരു പുരുഷന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഞാൻ അനുഭവിക്കുന്ന പെയിൻ അല്ല എന്റെ അപ്പുറത്തിരിക്കുന്ന ആൾ അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഒരു സ്ത്രീ ആയ നിങ്ങളോട് എന്താണ് പറയേണ്ടത്? പീരീഡ് സമയത്ത് അവധി കിട്ടുക എന്ന് പറയുന്നത് അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പോ സ്കൂളിൽ മാത്രമല്ല, ഓഫീസുകളിലാണെങ്കിൽ പോലും അത്യാവശ്യമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് സ്കൂൾ കുട്ടികളിലോട്ട് മാറ്റിയത് അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ സംസാരിച്ച ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പീരീഡ്സിന്റെ സമയത്ത് കാലുകള് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഇത് അനുഭവിക്കുന്ന എത്രയോ കുട്ടികളുണ്ടെന്നറിയോ? എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരാം. ഞാൻ മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണ്ടാവുന്ന പെയിൻ സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ എനിക്ക് മടിയാണ്. ഈ പെയിൻ കാരണം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈവൻ ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് മടിയാ. ആകെ ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നത് തന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയൊക്കെ ഞാൻ ബെഡിൽ ഇരുന്നാ ചെയ്യുന്നേ. എനിക്ക് പറയുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. ചില ആൾക്കാർ പറയുന്നേക്കാം പീരീഡ്സ് ഇത്ര വലിയ സംഭവമാണോ, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും വരുന്നതല്ലേ? ഇത് പല ആണുങ്ങളും പറയുന്ന കാര്യമാണ്. പീരീഡ്സ് എല്ലാവർക്കും വരുന്നതാണ്. പീരീഡ്സ് എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ ഓരോരുത്തർ അനുഭവിക്കുന്ന വേദനയും അസ്വസ്ഥതയും ഡിഫറൻസ് ഉണ്ട്. ഈ അവധിയൊക്കെ മുൻപേ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരു പാർട്ടിയിലും പെടുന്നതല്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പം ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു. ഈ അവധി ഇതൊക്കെ മുൻപേ കിട്ടേണ്ട കാര്യങ്ങളാണ്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തവണ ബസ്സിൽ തലറങ്ങി വീണിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം സ്കൂളിൽ തലറങ്ങി വീണിട്ടുണ്ട്. ഈ പീരീഡ്സ് കാരണം. ആലോചിച്ച് നോക്കണം. ഇതിന്റെ പെയിൻ താങ്ങാൻ പറ്റാതെ പ്രൈവറ്റ് ബസ്സിൽ തലറങ്ങി വീണിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് അങ്ങോട്ട് എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമായിരുന്നു. കാരണം ഈ സമയം ഈ പെയിൻ താങ്ങാൻ പറ്റത്തില്ല. ഇതേ അവസ്ഥയിൽ വരുന്ന പെൺകുട്ടികളുണ്ട്. പെയിൻ കില്ലറിനെ അമിതമായിട്ട് ആശ്രയിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഈ പീരീഡ്സ്
വേദന താങ്ങാൻ പറ്റാത്ത ആത്മഹത്യ ചെയ്ത പെൺകുട്ടി വരെയുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂസ്. എന്നിട്ട് ഇപ്പം നല്ലൊരു ഡിസിഷൻ വന്നപ്പം അതിനെ എതിർക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടം ആൾക്കാര് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ഒക്കെ പ്രശ്നം? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആർത്തവ സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്ത ലീവ് വേറൊരാൾക്കും കിട്ടരുത് എന്നുള്ള അജണ്ട വല്ലതുമാണോ? സ്കൂൾ അറിഞ്ഞ നാണക്കേട്, വീട്ടുകാരറിഞ്ഞ നാണക്കേട്, 3 ദിവസത്തെ അവധി കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കട്ടാവും. വേറൊരു കാര്യം ചോദിക്കാം, വയ്യായിക വന്നിട്ട് വല്ല പനിയോ ചുമയോ സംതിങ് വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് സ്കൂളിൽ പോവാതിരുന്ന കുട്ടികള് എങ്ങനെയാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്? ഒപ്പരം പഠിക്കുന്ന കുട്ടികളുടെ നോട്ട് എടുത്ത് എഴുതും, അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് മനസ്സിലാവാത്ത കാര്യങ്ങൾ പോയി നിന്ന് സംസാരിക്കും. ഇതും അത്രേ ഉള്ളൂ. ക്ലാസ് കട്ടായി പോവും അല്ലെങ്കിൽ ക്ലാസ് മിസ്സായി പോവും എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്താണ് പറയുന്നത്. ഈ വയ്യാതിരിക്കുമ്പോ കട്ടാവുന്ന ക്ലാസ്സും പീരീഡ്സ് ആകുമ്പോൾ കട്ടാവാതിരിക്കുന്ന ക്ലാസ്സും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? അപ്പൊ എടുക്കാൻ പറ്റാത്ത എന്ത് ക്ലാസ് മിസ്സാണ് പീരീഡ് സമയത്ത് 3 ദിവസത്തെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്? അതൊന്ന് തെളിയിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ ഒരു ന്യൂസ് വന്നപ്പോ ഇതിന്റെ കമന്റ് ബോക്സ് അധികം ഞാൻ കണ്ടു, ക്ലാസ് മിസ്സായി പോകത്തില്ലേ, ക്ലാസ് മിസ്സായി പോകത്തില്ലേ. ഈ വയ്യാതെ കിടക്കുമ്പോഴും ക്ലാസ് മിസ്സായി പോകത്തില്ലേ? അതോ വയ്യാതിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്നിട്ട് വീട്ടിൽ ക്ലാസ് എടുക്കുവോ? ഇല്ലല്ലോ. സ്കൂളിൽ പോയിട്ട് തന്നെയല്ലേ ഇവർ ഇതിന്റെ മിസ്സായ ക്ലാസ്സുകൾ എഴുതിയെടുക്കുന്നത്. അതുപോലെ ഉള്ളൂ ഇതൊക്കെ. ചിന്തിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം ചിന്തിക്കാതിരിക്കുന്നതാണ്. ആർത്തവം എന്ന് പറയുന്നത് നാണക്കേടായിട്ടുള്ള കാലമൊക്കെ കഴിഞ്ഞ അമ്മച്ചിമാരെ. മുമ്പ് ഒരു പാഡ് മേടിക്കാൻ പോലും നാണക്കേടോടെ പോയിരുന്ന പെൺകുട്ടികളുടെ കാലം മാറി. ഇന്ന് ആൺകുട്ടികള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, പെങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി പാഡ് മേടിച്ചു കൊടുക്കുന്ന കാലത്തിലോട്ട് എത്തി നമ്മള്. നിങ്ങൾ ഇപ്പോഴും പഴയ ചിന്താഗതിയും വെച്ച് പഴയ മെന്റാലിറ്റിയും വെച്ച് ജീവിക്കുന്ന ആൾക്കാരാ. അങ്ങനെയുള്ള നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ പീരീഡ്സ് ആയി കഴിഞ്ഞ് 7 ദിവസം പുറത്ത് കിടക്കുക, അല്ലെങ്കിൽ വല്ല ചായ്പിലോ അതല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും റൂമിൽ പൂട്ടിയിടുകയോ ചെയ്യുക. ആ കാലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അധികവും. വേറൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. ആർത്തവ അവധി നൽകിയാൽ ആർത്തവ ദിനങ്ങൾ പരസ്യമാകും, അത് പെൺകുട്ടികളുടെ സ്വകാര്യതയെ ബാധിക്കും. ഒരു പെൺകുട്ടികളുടെയും സ്വകാര്യതയെ ബാധിക്കത്തില്ല. ആൾക്കാർ അറിഞ്ഞാലും ശരി, എനിക്ക് കുറച്ച് ആശ്വാസവും സമാധാനവും കിട്ടിയാൽ മതി എന്നേ പെൺകുട്ടികൾ ചിന്തിക്കത്തുള്ളൂ. നിങ്ങളൊക്കെ ഏത് ഇതിലാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. ശരിയെന്നാ ആ വരുന്ന നിയമത്തെ കുത്തിപ്പൊക്കി എതിർത്ത് പെൺകുട്ടികൾക്ക് കിട്ടുന്ന സമാധാനം ഇല്ലാതാക്കരുത്. ഓക്കെ, ശരിയെന്നാ.